അത് വേറെ പോയിന്റ്. എന്താ സൗണ്ടിലോ എന്ന് പറയുന്ന സൗണ്ടിലോ ഉണ്ടോ? നിങ്ങളുടെ സൗണ്ട് ലോക്ക് സെറ്റിംഗ്സിൽ അവിടെ ഔട്ട്പുട്ടില് ഓക്കെ. ബ്ലൈക്കൊക്കെ മിഥുനന്റെ ഫാനാണേ. ഞാൻ ഇതിനാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഓക്കെയാണോ? ഹായ് ഹലോ ആരെ മിഥുനാ? മിഥുൻ അണ്ണൻ എന്ന് പറയില്ലേ? മിഥുൻ അണ്ണൻ നിങ്ങൾ വിളിക്കല്ലേ? കുണ്ണനും അണ്ണൻ വിളിക്കല്ലേ? അണ്ണൻ എന്ന് വിളിക്കല്ലേ? എങ്ങനെ കേൾക്കുന്നുണ്ടോ? ഇതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഒന്നും പറയൂല. കാരണം ഇത് പറഞ്ഞിട്ട് ഇത് കണ്ടിട്ട് ഞാൻ ഒന്നും പറയാത്തടത്തോളം ടൈം ഇവൻ ചിലപ്പോ ബായി അടക്കുമായിരിക്കും. മനസ്സിലായോ? ഇവന് അതോടുകൂടി ഇവൻ മതിയാക്കുമായിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് വിടാം. ഞാൻ ഒന്നും പറയാൻ പോയില്ല. ഷമീർ കള്ളം നാറി വെടല പുണ്ടച്ചി മോനെ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ മാത്രമല്ല വിജയൻ പറഞ്ഞിട്ട്. അപ്പം എന്തിനാന്ന് ഇവൻ വിജയ അണ്ണന്റെ പുണ്ണെടുത്തിട്ട് ഇങ്ങനെ വായിലിടുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ കാര്യം പറഞ്ഞാൽ പോലെ ഈ പുണ്ടച്ചി മോനെ ഇവന്റെ സ്വന്തം കാര്യം മാത്രം പറഞ്ഞാൽ പോലെ എന്തിനീ വിജയ് അണ്ണൻ ഇവൻ പെടുത്തുന്നത്? ഇവന്റെ അപ്പുറം പഠിച്ചാന്ന് ഈ വിജയ് അണ്ണൻ. അല്ലെങ്കിൽ ഇവന്റെ വീട്ടില് ഇവന്റെ വീട്ടില് ഇത് കൊടുക്കുന്ന വിജയ് അണ്ണനാണ്. ഇവരെന്തിനീ അണ്ണാ കുണ്ണാന്ന് പറഞ്ഞിങ്ങനെ പോന്ന്? സ്വന്തമായിട്ട് തത്വം വരെ ഉണ്ട്. പിതാ ഗുരു ദൈവം വിജയണ്ണൻ. അതായിരിക്കൂല അല്ല ഇതെന്താന്ന് ഫോട്ടോ ചോന്നൂപ്പായിലിട്ടിട്ട് പുണ്ടച്ചി മോനെ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ മാത്രല്ല വിജയനെയും പറഞ്ഞിട്ട്. അപ്പം കുറച്ച് ദിവസമായി ഫാൻസ് ഇങ്ങനെ പറഞ്ഞ എന്താണ് റിപ്ലൈ കൊടുക്കാത്ത നിങ്ങളെ വിജയനെ ചേർത്ത് എന്തൊക്കെയോ അപമാനിക്കുന്നുണ്ട്, നിങ്ങളെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്, ബൾഗറായിട്ടുള്ള കാര്യം എന്താണ് അവന്റെ വീഡിയോ കാണാൻ. എന്നിട്ട് ആ പുണ്ടച്ചി മോനെ എന്റെ നല്ലൊരു നടുവില് നമസ്കാര റിയാക്ഷൻ. പുണ്ടച്ചി വീഡിയോയിലേക്ക് വാടാ പുണ്ടച്ചി മോനെ. ഇവരെ ഞാൻ റിയാക്ട് ചെയ്യണോ? എനിക്ക് അല്ലാതെ താല്പര്യമില്ല. പുണ്ടച്ചി അപരാധി മോനെ, വവ്വാൽക്കുടം ചപ്പിയ മോന്തിയായിട്ടാണോ നീ എന്നെ ബോഡി ഷെയിം ചെയ്യുന്നത്? അപരാധി നിന്റെ ഇനീഷ്യൽ തന്നെയാണ് പുണ്ടച്ചി മോനെ. നിനക്ക് അറിഞ്ഞു തന്നിട്ട് തന്നെ ഉണ്ടാക്കി മോനെ. സോറി, അതിന് എന്നോട് നീ പറഞ്ഞ കാര്യമില്ല ബോഡി ചെയ്യുന്നത്. ഈ കൊരങ്ങനെ ചുണ്ടി മൊത്തം നിന്റെ പട്ടിയിലും അടുക്കടക്ക് ഞാൻ കാണട്ടെ. വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ടാണടാ നീ എന്നെ കണ്ണാടി നോക്കുക. ആദ്യം നിന്റെ മുഖം കണ്ണാടി നോക്കടാ പട്ടി അവരാതി പുണ്ടച്ചി. വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ട് വന്ന ഷമീർ പുണ്ടച്ചി മോനെ. ഞാൻ കാണട്ടെ അടുക്ക്. പുണ്ടച്ചി മോനെ തായോന്ന് പറഞ്ഞ ആ വാക്കില്ലേ, അത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചിട്ടോ. നിന്റെ വീട്ടില് തള്ളേന്റെയും തന്തേന്റെയും അടുത്ത് പോയി വിളിക്കും. അവരതിനുള്ള റിപ്ലൈ തരും. അല്ല ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടട്ടാ. ഷമീർ പുണ്ടച്ചി വവ്വാല് ചപ്പിയ മോന്തയായിട്ട് വന്ന പുണ്ടച്ചി. ഇവൻ എന്റെ കോൾ എടുക്കുന്നില്ലടാ. ഈ തള്ളയോളി എന്റെ ഫോൺ എടുക്കുന്നില്ല. മനസ്സിലായ? ഈ പുണ്ടച്ചി മോനെ എന്റെ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുത്തിനെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് 5000 ഇട്ടിട്ട് ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ട് 2 കൊടുക്കാന്ന് വിചാരിച്ചത്. ഈ കൊരങ്ങൻ ചപ്പിയ ഈ പുണ്ടച്ചി മോനിക്ക് ഈ കൊരങ്ങൻ പോലത്തെ മുകളിൽ ഈ മയിലുണ്ടല്ലോ, ഇവന്റെ വീട്ടിൽ പോയി ഞാൻ 2 കൊടുക്കാന്ന് വിചാരിച്ചു. 5000 2 കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ നിൽക്കായിരുന്നു. പക്ഷെ ഈ പുണ്ടച്ചി മോനെ ഫോൺ എടുക്കുന്നില്ല. മനസ്സിലായോ? നോക്കത്തില്ല.
ഇവര് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ റിയാക്ട് ചെയ്യാത്ത ഒരു മനുഷ്യരില്ല. ഇവര് ആര് കിട്ടിയാലും അണ്ടർഗ്രൗണ്ടിലെങ്ങനെ വിളിച്ച് താമസിക്കണോ ഇവരാരും കാണില്ല. അത് സത്യം. നാട്ടാരെ അത് തല്ലി പോലെ ആളാണ്. വീട്ടിലെ നാട്ടിലെ ആളില്ലേ എന്റെ മോന്ത കണ്ടാൽ തന്നെ വെറുതെ പോകുന്ന ഒരാൾക്കല്ല. അതായത് ഞാൻ ഒരു കാര്യം പറയാം, രാവിലെ എണീച്ച് നല്ല സന്തോഷമായിട്ട് ജോലിക്ക് പോകാൻ നിൽക്കുന്ന ഒരാളെന്നെ ഇവന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇവന് രണ്ട് കൊടുക്കും, അല്ലെങ്കിൽ കല്ലെടുത്ത് എറിയൊക്കെ ചെയ്യും. ഇവന്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അടിക്കാൻ തോന്നാത്ത കേരളത്തിൽ ഒറ്റ മനുഷ്യന്മാരുണ്ടാവില്ല. അത് നീ അപരാധം പറയുന്നതല്ല, നിന്റെ മോന്ത ഇങ്ങനെ ആയിപ്പോയി. ഒരൊറ്റ അടി കൊടുത്തിട്ട് എന്താ രാമേശ്വര പ്രശ്നം ഒന്നും അതേപോലത്തെ ഒരു പോന്തത് ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ നോക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് നോക്കിയിരിക്കാനേ മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് സൈഡിലോട്ട് എന്തോ എസ് എ സൈഡിൽ എഴുതി വെച്ചിട്ട് തന്നെ അടുക്ക്, ഞാൻ നോക്കട്ടെ. അയ്യാറിലിട്ട് ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ട് രണ്ട് കൊടുത്തു. ഞാൻ ഇതിനെ പറഞ്ഞത് നമ്മുടെ അണ്ണൻ. താങ്ക് യു ഫോർ ദ 100 rupees. ലൊക്കേഷൻ ആരും ഒന്ന് പറഞ്ഞത് ഇവന്റെ വീട്ടിന്റെ അടുത്താൻ പറ്റില്ല. ഇവന്റെ വീട്ടിന്റെ അടുത്ത് എന്തായാലും ആരും താമസിക്കാൻ പോകുന്നില്ല. കാരണം എന്തായാലും ആ വീട് വിറ്റ് വേറെ സ്ഥലത്തേക്ക് പോകാം. എന്തായാലും സ്ഥലത്തിന് വില ഇടിയും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് നിൽക്കുന്നുണ്ടെങ്കിൽ അവര് കാണട്ടെ. ഒരു മിനിറ്റ്, ഞാൻ 5 മിനിറ്റ് ആണ് ഇത്. 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഞങ്ങൾക്ക് എന്റെ RP കാര്യങ്ങളുമായിട്ട് പോവാം. ഞാൻ ഒന്ന് കാണട്ടെ ഇവരെന്താ വേറെന്താ പറയുന്നത്, പുതിയതായിട്ട് എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അയ്യാറിലിട്ടിട്ട് ഈ പുണ്ടച്ചി കൊരങ്ങന്റെ കുണ്ണ പോലുള്ള ഈ മുഖമുള്ള ഈ മിഥുന്റെ വീട്ടിൽ ഞാൻ പോവാം. ഓക്കെ, നീ എന്നെ എന്തുണ്ടാക്കുന്ന പറയുന്നത്? നീ എന്നെ എന്തുണ്ടാക്കും? നീ 5-6 6 ഇതിൽ വന്നാൽ നീ എന്നെ എന്തുണ്ടാക്കും? നീ കൊല്ലോ പട്ടിയ വരാതെ. വലിയ ഷോയൊക്കെ ലൈവിൽ കളിക്കുന്നവരെ നേരിട്ട് വന്ന് ഉണ്ടാക്കാൻ നിൽക്കല്ലോ. മഫാൽപ്പടം സത്യം മോദിയായിട്ട് വന്നു എന്നെ വരാതെ ഇവിടെ അവരാധിക്ക് സ്ഥലത്തിന് നല്ല ഇതാണ്. എന്നെ പോലെ ഭ്രാന്തന്മാർക്ക് ഇടിഞ്ഞങ്ങോട്ട് പിന്നെ പറഞ്ഞിട്ട് മമ്മൂട്ടി അത് കഴിഞ്ഞാൽ വവ്വാൽക്കോടം ചെറുക്കുന്നവരെ ഫോണൊന്നും ഞാൻ എടുക്കൂല. എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. നിന്നെ എന്താടാ പറയുന്നത്? നീ കുഞ്ഞു കൊടുക്കല്ലല്ലോടാ മയില്. ആ നാട്ടിലുള്ള എല്ലാവർക്കും നീ കുഞ്ഞു കൊടുക്കല്ലേ? ഞാൻ എന്ത് സ്റ്റാൻഡേർഡ് പറയും? മുട്ടായി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആൾക്കാർ വിജയ് ഇവനെ വീട്ടിലൊന്നും അടിക്കും. ഇവര് നാട്ടുകാർ കണ്ട ഇടിക്കും. ഇവനെങ്ങനെ ഒരു മനുഷ്യനെ നാട്ടിൽ ജീവിക്കണ നാട്ടുകാർക്ക് പോലും അറിയില്ലെന്ന് തോന്നുന്നു. മാത്രമേ ഉള്ളൂ തോന്നി. ഇവന്റെ ഗൈസ് ആരെങ്കിലും ഇവന്റെ വീട്ടിന്റെ അടുത്തോ എന്തെങ്കിലും ഇവന്റെ ലൊക്കേഷൻ എന്തെങ്കിലും അറിയെങ്കിലും പ്ലീസ് ആരെങ്കിലും അറിയോ ലൊക്കേഷനോ 5000 രൂപ ജീപ്പ് ഇവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അല്ല എന്റെ നെറ്റ് എന്തോ പണിയായി തോന്നുന്നുണ്ട്. പിന്നെ നോക്കട്ടെ. ഇവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചവർക്ക് 5000 രൂപ. നിന്റെ തന്തയുണ്ട് ഇടാ, നിന്റെ തന്തന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. മിഥുനെണ്ണ വിളിക്കരുത് പ്ലീസ്. അല്ലല്ല ഒന്ന് കാണട്ടെ, ഒന്ന് കാണട്ടെ. ആളറിഞ്ഞ് കളിക്കണം. ഇതൊക്കെ ഇനിയിപ്പോ 2 മിനിറ്റേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇല്ലേ ഞാൻ ഇതൊന്നും 2 മിനിറ്റ് വരാം. നല്ല ഫാൻസ് ആയിരിക്കാം ഫാൻസ് ഇവനോ? മുഴുവനിട്ട് ഞാൻ കാണട്ടെ. നിങ്ങൾ സൈലന്റ് ആയിക്കോട്ടെ.
നീ ആദ്യം സൈലന്റ് ആവണം. ബ്രോ ബിജിഎം സൗണ്ട് ഇറിറ്റേറ്റിംഗ്. ഓക്കെ ഞാൻ അവരുടെ കൂടുതൽ നാളെ സൂപ്പർ സ്റ്റാർ ഇവര് പറയാൻ കുറച്ചൊരു നാണം തോന്നില്ല. അങ്ങനെ പറയാൻ കുറച്ചൊരു നാണം തോന്നില്ല. എടാ ഞാൻ എന്തിനും നാണം വെക്കണം? എടാ ഞാൻ കാരണം നിനക്ക് നാണമില്ല, അതുകൊണ്ട് തന്നെ. ലാലേട്ടൻ കഴിഞ്ഞാല് നാളത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ തന്നെയാണ്. ഇത് കേൾക്കുമ്പോഴൊക്കെ ചൊറിഞ്ഞ് വരുന്നത് ഇത് കേൾക്കുമ്പോ ഇത് ഇവര് അതെന്താ ഇവര് മനസ്സിലാകാതെ ഇവര് ആരാന്നുള്ള കാര്യം ഇവരെന്താ മനസ്സിലാകാത്ത? ID certificate ഉണ്ട്, കള്ളി പോവാനുള്ള certificate ഉണ്ട്. അല്ല ഇതൊന്ന് നോക്ക്. ഇതിനും നാണം ഇത് വെക്കണം. ഇവനെ തന്നെ എടാ പൊക്കി ഞാൻ പറയാം പിന്നീട് ലാലേട്ടൻ കഴിഞ്ഞാല് നാളത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ തന്നെയാണ്. കാട്ടവരാതി. എടാ നിന്നോടൊന്നും പറഞ്ഞ് മത്സരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ കൂടുതൽ ലൊക്കേഷനിലുള്ള പട്ടി. എന്താ ലൊക്കേഷൻ പറഞ്ഞ കൂടുതൽ കുഞ്ഞിക്കളം ലൊക്കേഷൻ കുഞ്ഞിക്കളം അടങ്ങിരി അടങ്ങിരി രാത്രി വർക്കിന് കൂടുതൽ ലൊക്കേഷനിലുള്ള കൂടുതൽ ലൊക്കേഷൻ അല്ല. ആ മനസ്സിലായി ലൊക്കേഷൻ എന്ന് പറഞ്ഞ സൈറ്റ്. അതായത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഇവൻ ഓരോ സ്ഥലത്ത് ആൾക്കാർ അങ്ങോട്ട് പോയിട്ട് ഇവൻ കുഞ്ഞു കൊടുക്കലാണ്. മനസ്സിലായി? ഇവനല്ല ആരാന്നൊന്നും കുണ്ടനടിക്കുന്നത്. അത്രക്ക് വിജൃംഭിച്ച പുണ്യാന്നോടാ നിന്റെ ഇവന്റെ കുണ്ടനടിക്കാനും മാത്രം. ഇത്രക്ക് ഇതില്ലേ നിനക്ക്? ഇവനെ കുണ്ടനടിക്കാനും മാത്രം ആരാ ഇത് ചെയ്യുന്നതെന്നൊക്കെ അറിയില്ല. ഈ ഓന്ത് വണ്ടിയല്ല ആരാണ് ഈ കുണ്ടനടിക്കുന്നത്? ലൊക്കേഷനാ ഉള്ളത് പോലും. എന്തിന്റെ ലൊക്കേഷൻ ഈ മൈരൻ KGF 3-ന്റെതാ? അപ്പൊ നീ എനിക്കും ചപ്പി തന്ന് ചൊറിയാൻ വേണ്ടി വരിക. അപ്പൊ എല്ലാവർക്കും നീ ഇങ്ങനത്തെ ചൊറിയലും ചപ്പലും കുഴിഞ്ഞു കൊടുക്കലുണ്ടല്ലേ. എനിക്കൊന്നും വേണ്ട. കുണ്ടച്ചിമാണ് പോയി വേറെ ആയിരിക്കും പതായിട്ട് പോയി ചൊറിഞ്ഞെടുക്കുക കുണ്ടച്ചി അവരത് നാണം കെട്ടാ കുണ്ട. നീ പറഞ്ഞ അണ്ണന്റെ കുണ്ട നീ ഇതുവരെ ഊമ്പി കഴിഞ്ഞിട്ടില്ലേ? അയാൾ വീട് അയാൾക്ക് എന്നെ മടുത്തിട്ടുണ്ടാവും. നീ ഊമ്പി അയാൾക്ക് അത് മടുത്തിട്ടുണ്ടാവും. എന്റെ പൊന്നു വീടുന്ന അയാൾക്ക് അത് മടുത്തിട്ടുണ്ടാവും. അയാൾ ഉള്ള കാര്യം പറയാം. ഒന്നാമത് നിന്റെ ഭാര്യ പറഞ്ഞാൽ അങ്ങനെ പല്ല് തട്ടുന്ന ഭാര്യ. നീ എത്ര കാലം ഇട്ട് കഴിഞ്ഞാലും ഞാൻ കാര്യം അയാൾ കാര്യമായിട്ടുണ്ടാവും. കൂലിയുടെ കാര്യം പോയിട്ടുണ്ടോ? നീ എത്ര കാലായി അയാൾ കുണ്ടെടുത്ത് ഇങ്ങനെ വായിട്ട് ചപ്പിക്കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് നാളെ വാങ്ങില്ല മതിയാക്കി കൊണ്ടാ കുണ്ണെ ഡെയിലി തൊപ്പീന്റെ ആക്കുന്നവനാണ് എന്നെങ്ങനെ പരിഹസിക്കുന്നത്. സത്യം പറഞ്ഞാല് നിന്റെ പള്ളിയില് പിന്നെ അവന്റെ ഉറഞ്ഞുറഞ്ഞിട്ട് അവന് തേയ്മാനം വന്നിട്ടുണ്ടാകും. സാമാനം അവിടെ തന്നെ ഉണ്ടോ അവന്റെ? ഇനിയിപ്പം നീ വെച്ച് പിടിപ്പിക്കണം. നാണണ്ടാ നായേ. MRG മിഥുൻ അതൊക്കെ അല്ല ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറയാനേ ഞാൻ ഇവനെ പറഞ്ഞു അനക്ക് മടുത്തതാണ്. ചെക്കനെ ഒന്ന് സമാധാനം കൊടുക്കും. കുറെ കാലം ഫ്രീയാക്കി വിട്. ഇങ്ങനെ ചപ്പി അതിനെ ഇനി മൂളാൻ പോലും ഉണ്ടാവില്ല. നീ എന്നെ വിജയനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതൊക്കെ ഇഷ്ടപ്പെട്ടെ. ഇവര് ആദ്യമായിട്ട് ഇവനൊരു പോയിന്റ് പറയുന്നത്. വിജയണ്ണന്റെ പേര് ഇതിലിട്ടുന്നൊക്കെ മനസ്സിലാക്കി ഇവൻ ചിന്തിക്കുന്നത്. ഇവന്റെ മനസ്സിൽ ഇവൻ ചിന്തിക്കുന്നത് ഇവനും വിജയാനും ഒരേപോലെയുള്ള ആളാണെന്ന് ഇവൻ ചിന്തിക്കുന്നത്. ഇവനും വിജയാനും ഒരേ തരത്തിലുള്ള ആളാണെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇവരെന്താ ബുദ്ധിയില്ലേ? വവ്വാൽക്കുടം മുന്നിലേക്കായിട്ടുള്ള മോദയായിട്ടുള്ള പുന്നാര മോനെ, നീ എന്നെ ഉണ്ടാക്കരുത്. ആരെ വെച്ച് കമ്പയർ ചെയ്യണമെന്ന് കേട്ടോ. നീ തൊപ്പീന്റെ കപ്പിയാ മതി. ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിക്കണ്ടട്ടാ. നിന്റെ തന്തയാണോടക്ക് പിടിച്ചേരാൻ വേണ്ടിട്ട് വരുന്നത്. പുണ്ടച്ച് മോനെ തായോളി ഇവനെ കിട്ടണം. ഇവന്റെ ലൊക്കേഷൻ എറണാകുളം തോന്നേ. എറണാകുളത്തോടെ എറണാകുളത്ത് വനിതാ വന്നിട്ടുണ്ട് പുള്ളി. ഏത് തിയേറ്ററില്? വനിതാ തിയേറ്ററില്ലേ? കിട്ടി നിക്ക് എടുത്തരാം. ഇവന്റെ ലൊക്കേഷൻ ഒന്ന് വിളിച്ചാ. ഇവന്റെ ലൊക്കേഷൻ നമുക്ക് ഒന്ന് വാച്ച് കത്തനാ ട്രെയിലർ അവരാതി ഫാമിലി ചന്ദ്രമായ നടക്കുന്നത്. ഫാമിലി വരാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ വല്ല ചന്ദ്രമായ പരസ്പരം ഇപ്പൊ ഏതാ പുതിയ അറിയില്ല. അത് ഞാൻ പോയിട്ട് കണ്ടോ. ഇപ്പൊ മൊലാടി കൊണ്ട് ഇല്ലടാ നിന്നവരിങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താണ് നിന്റെ സ്റ്റാൻഡേർഡ്? കുണ്ണ പൂറി മോനെ എന്താ നിന്റെ സ്റ്റാൻഡേർഡ്? നാട്ടുകാർക്ക് കുഞ്ഞു കൊടുക്കലും കുണ്ടനടിക്കലാന്നോ നിന്റെ സ്റ്റാൻഡേർഡ്? അല്ലെങ്കിൽ ഇങ്ങനെ വന്ന അപരാധം പറയല. എന്താ നിന്റെ സ്റ്റാൻഡേർഡ്? ഇവരെന്താ ഈ സ്റ്റാൻഡേർഡ് എന്നല്ല പറയും. ഞങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവൻ ആരാന്നോ ഇവനെന്താന്ന് ഇവൻ ചിന്തിക്കുന്നില്ല. ഇവന് അതിനെ കുറിച്ചുള്ള ബോധമില്ല. മനസ്സിലായോ? ഇവനെന്തോ ഇവനെ വേറെന്തോ രീതിയിലാണ് ഇവനെ വിജയിയാക്കാൻ പറ്റാന്ന് ഈ പുണ്ടച്ചി മോൻ ഇവനെ കാണുന്നത്. ഇവന് മനസ്സിലാകുന്നില്ല ഇവന് ആരാന്നും ഇവന്റെ ഞാൻ ഇയാളോട് ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യാറ്? ഞാൻ ഇവനെ നേരെ ഓയോ റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കുറച്ച് സംഭവങ്ങൾ ഞാൻ ഇവനെ ചെയ്യും കേട്ടാ. ഇവനെ ആദ്യം കുനിച്ചു ചേർത്ത് ഞാൻ നല്ലോണം കൊടുക്കും. എന്നിട്ട് ഞാൻ ഉസ്മാനെ കൊണ്ടുപോകും. എന്നിട്ട് ഉസ്മാനെ കൊണ്ട് ഞാൻ ഇവനെ കുണ്ടനടിപ്പിക്കും.
ആ ഇസ്മായിൽ ഓൺലി ഫാൻസ് തുടങ്ങിയ അടുക്ക് സബ്സ്ക്രിപ്ഷൻ ഇസ്മായിലിന്റെ കൈ നോക്കാൻ പറയണ്ടല്ലോ കോപ്പിറൈറ്റ് ഈ കുണ്ണന്റെ വീഡിയോ എടി ഇത് ഇവൻ തന്നെയാണോ ഇട മറ്റു വീഡിയോ ഇടുന്നത് ഇവൻ തന്നെ ഇട മറ്റു വീഡിയോ ഇടുന്നു പിന്നെ എങ്ങനെ കോപ്പിറൈറ്റ് പഠിച്ചുകൊണ്ടിരിക്കുക അഭിനയം ആക്ടിങ് അല്ല നിന്നെപ്പോലെ എങ്ങനെ ഏത് നേരം ഞാൻ ഒരു കാര്യം പറയാം ഇവൻ സിനിമയിൽ അല്ലെങ്കിൽ ഇവൻ സിനിമയിൽ അഭിനയിച്ചാൽ നിങ്ങൾ കണ്ടോ ഞാൻ ഡ്രസ് ഇടാണ്ട് അതായത് ഷർട്ടും പാന്റും ഷഡ്ഡിയും ഒന്നും ഇടാണ്ട് ഞാൻ ഞാൻ ഡ്രസ് ഇല്ലാണ്ട് ഒരു ദിവസം എന്റെ സാമാനം മൊത്തം കാണിച്ചിട്ട് ഞാൻ ലൈവ് മനസ്സിലാ ഞാൻ അല്ലെങ്കിൽ പുറത്ത് പോയി ഞാൻ നീരക്കുയിലിന് മൊത്തം വിട്ടു കൊടുക്കും ഡ്രസ് ഇല്ലാണ്ട് അത്രയും എത്തൂല നമുക്ക് അത്രയും ഉറപ്പല്ല ഇവൻ സിനിമന്റെ ഒരു പടിവാതിൽ ഇവൻ ഒരിക്കലും സിനിമയിൽ എത്തൂല അത്രയും 100% ഉറപ്പാണിത് മനസ്സിലായി അത് അത്രയും 100% ഷുവറാണ് അത് എന്താ ഇതിലൊരു ഡൗട്ടോ ഇത് അതല്ലേ ഞാൻ ഇത്ര ഉറപ്പോട് കൂടി ഞാൻ പറയും ഇവ ഒരിക്കലും എത്താൻ പോകുന്നില്ല മറ്റേ ഫ്രെയിമിലെങ്ങാനും ചായടിക്കാരനെങ്ങാനായിട്ട് വന്നാലും പറയാൻ പറ്റൂല ഇപ്പൊ ഈ കത്തനാറ് അതിനകത്ത് അലിൻ ജോസ് പെരേരുണ്ട് എങ്ങനെ ട്രെയിലറിലെ അലൻ ജോസ് പെരേര ഉണ്ട് അതുപോലെ വല്ല ചായടിക്കാരനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ വഴിപോക്കനൊക്കെ ആയിട്ടൊക്കെ സിനിമ അതായത് ഒരു റോള് വേണം ഇവനൊരു 5 മിനിറ്റ് സർക്കസിലെ കോമാളില്ലേ സർക്കസിലെ കോമാളി കെട്ടേ നിർത്തും പറയാൻ പറ്റൂല അതാണ് ഈ അല്ലല്ല ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇത് പേടിക്കട്ടെ ഇവൻ മരിച്ചാൽ ഇവൻ സിനിമയിൽ കയറൂല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇവൻ ഒരിക്കലും കയറാൻ പറ്റില്ല അതിന്റെ അത്രയും വല്ല ഉറപ്പാണ് മനസ്സിലാ ഒരിക്കലും ഇല്ല അവർക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നത് പ്രൗഡോട് ഞാൻ പറയുന്നത് നോക്കട്ടെ എന്റെ മോനെ ഒരു ദിവസം അടിച്ച് ഞാൻ പൊട്ടിക്കും ഇതിനൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ മടുത്തു ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇത് പേടിക്കട്ടെ ഇവൻ മരിച്ചാൽ ഇവൻ സിനിമയിൽ കയറൂല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം